ആക്ച്വലി എനിക്കിത് വലിയ ഗുണമുള്ള സംഭവമായിട്ട് തോന്നണില്ല. കുറച്ചു നേരമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് വീണ്ടും പഴയ പോലെ ആവുന്നുണ്ട്. നിൽക്കുന്നില്ല, ലാസ്റ്റ് ചെയ്യുന്നില്ല, തീരെ ലാസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചധികം നേരം പിടിച്ചു വെച്ചാൽ വല്ല കരിഞ്ഞു പോകുന്നാവും. കാരണം ഇതിന്റെ ക്വാളിറ്റി എന്തോരം നമുക്ക് പറയാൻ പറ്റില്ല. വയറൊന്നും ചൂടാവുന്നില്ല, വയറിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം നമ്മുടെ വീഡിയോസിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നായിരുന്നു. വേറെ ഒന്നുമല്ല, നല്ല അസലും പനിയും ചുമയടിച്ച് കിടപ്പായിരുന്നു. കിടപ്പെന്ന് പറഞ്ഞാൽ ബെഡിന് തല പൊങ്ങുന്നുണ്ടായിരുന്നില്ല, അമ്മാതിരി വൈറൽ ഫീവർ അടിച്ചു. ഇപ്പോഴാണ് പയ്യെ ശബ്ദമൊക്കെ പുറത്തു വന്ന് തുടങ്ങിയത്. എന്നാലും ഇടയ്ക്ക് ചെറിയ ക്രാക്സ് ഒക്കെ വരും, അപ്പൊ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ബാക്ക് ടു അവർ ടോപ്പിക്. ഞാൻ ഇന്ന് മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീഷോന്ന് വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന 4.1 റേറ്റിംഗ് ഉള്ള ഒരു ഹെയർ സ്ട്രൈറ്റ്നർ. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 340 ആണ്. ഞാൻ ഓർഡർ ചെയ്തത് 355-നാണ്. ഇതിനെ പറയുന്നത് കീമി ബ്ലാക്ക് പ്ലാസ്റ്റിക് ഹെയർ സ്ട്രൈറ്റ്നർ പാക്ക് ഓഫ് 1. ഇതാണ് ആ സംഭവം. ഞാൻ ഓൾറെഡി സംഭവം പൊട്ടിച്ച് വെച്ചേക്കുന്ന പാക്ക്. കാരണം കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് തന്ത്രപ്പാട് പെട്ടായിരുന്നു ആ വീഡിയോയില്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾറെഡി അതിനെ പൊട്ടിച്ച് വെച്ച് ഒരു വട്ടം തുറന്ന് നോക്കിയായിരുന്നു ഞാൻ. അപ്പം ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ വാങ്ങിച്ചു, കൂടെ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ, ഹെയർ ഹീറ്റ് പ്രൊട്ടക്ടർ, ഇങ്ങനത്തെ ഒരു സ്പ്രേയും വാങ്ങിച്ചു. കാരണം നമ്മൾ മുടിയിൽ എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ മുടിയിൽ നമ്മുടെ മുടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. സോ ഞാൻ ഇതും ഓർഡർ ചെയ്തായിരുന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്ത പ്രൈസ് 140 ആണ്. ഇത് ഓർഡർ ചെയ്ത പ്രൈസ്. ഇപ്പൊ അതിന്റെ പ്രൈസ് പിന്നെയും കുറഞ്ഞിട്ടുണ്ട് കുറച്ച്. കാരണം ഇത് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഇതിന് 144 ആയിരുന്നു. ഇതിന്റെ പേര് വന്നിട്ട് ജോ ഹെർബ്സ് ഹെയർ ഹീറ്റ് പ്രൊട്ടക്ടർ. കെരാട്ടിൻ, വിറ്റമിൻ ഇ, B5 എന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് പ്രൊഡക്റ്റ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വയർ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആണ്. കാണുമ്പോൾ വയറിന് അത്യാവശ്യം ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മളൊന്ന് ഓൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയാലേ ഇതിന്റെ വയറിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, ഹീറ്റിന്റെ വല്ല ചൂടാവോ എന്നൊക്കെ നമുക്കിത് ഓൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം. കുബ്ര എന്നൊക്കെയാണ് പേര് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നല്ല ലെങ്തി ആയിട്ടുള്ള വയറുണ്ട്. ഇവിടെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പവർ ബട്ടൺ ഉണ്ട്. 220 ഡിഗ്രി വരെയാണ് ഇതിന്റെ ഹീറ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. പവർ ബട്ടൺ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുന്നേ ഇതൊന്ന് പ്ലഗ് ചെയ്ത് ഹീറ്റ് എങ്ങനെയാണ് ഇത് ക്യാരി ചെയ്യുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പവർ ബട്ടൺ ഒക്കെ ഉണ്ട്. ഇത് ഓൾറെഡി 220 ഇരിക്കുന്നത്. ഞാനിത് 200-ലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒന്ന് ഹീറ്റ് ആവട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കാം. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈ ചെറിയ ബാംഗിൾസ് ആണ് നല്ല മണമുണ്ട്. ഓക്കെ, ചൂടായി വരുന്നുണ്ട്. വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ആക്ച്വലി ഈ ഒരു ഇതിൻ്റെ അടുത്ത് നമ്മുടെ മുടി കുടുങ്ങുന്നുണ്ട്. മുടി എനിക്ക് വലിയുന്നുണ്ട്.
ഞാൻ ഒരേ സെക്ഷനായിട്ട് ചെയ്ത് നോക്കാൻ പോണേണ്. ഈ സെക്ഷൻ സ്ട്രെയിറ്റ് ചെയ്യാതെ ഈ ഒരു സെക്ഷൻ സ്ട്രെയിറ്റ് ചെയ്ത് നമുക്കാണ് നോക്കാം. ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല നോയ്സസും കേൾക്കാം. പാട്ട് അപ്പുറത്ത് വീട്ടിൽ പാട്ട് കുറച്ച് ഒച്ചത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വോയിസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ പാട്ട് കേട്ടാൽ വേറെ ഒന്നും വിചാരിക്കരുത്, കോപ്പിറൈറ്റ് ഒന്നും കിട്ടരുത്. പരമാവധി നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്കിത് എവിടെയെങ്കിലും അത്യാവശ്യം പെട്ടെന്നൊക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് തീർക്കാം. പക്ഷെ ഇത് എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നണില്ല എനിക്ക്. കാരണം എൻ്റെ മുടി ഓൾറെഡി അത്ര കേളി അല്ല, ഒരു സ്ട്രെയിറ്റനിങ് ടൈപ്പ് തന്നെയാണ് എൻ്റെ മുടി. ഇത് സ്ട്രെയിറ്റ് ചെയ്യാത്ത ഭാഗമാണ്. മര്യാദക്കൊന്ന് ഈരി ഇട്ടാൽ തന്നെ എൻ്റെ മുടി അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പൊ ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി മുടി ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടക്ക് നമ്മുടെ മുടി കുടുങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കിത് വലിയുന്നുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷെ ഇത് അത്രക്കങ്ങോട് സ്ട്രെയിറ്റ് ആവുന്നുണ്ടാന്ന് വെച്ചാൽ ചൂടുണ്ട് നല്ല രീതിയിൽ. ഞാൻ 200 220 അഡ്ജസ്റ്റ് ചെയ്യാനാണ്. 220 ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. ഇത് സ്ട്രെയിറ്റ് ചെയ്യാത്ത ഭാഗമാണ്, കൺഫ്യൂസ്ഡ് ആവരുത്. എനിക്കിത് വലിയ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നണില്ല. ആക്ച്വലി ഞാൻ ചെറിയ പാർട്ടീഷൻ എടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മുടി കുറവാണ്. ആക്ച്വലി ഇതിന്റെ മണം ഇഷ്ടപ്പെട്ടു, നല്ല മണം. ആക്ച്വലി എനിക്കിത് വലിയ ഗുണമുള്ള സംഭവമായിട്ട് തോന്നണില്ല. കുറച്ചു നേരമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് വീണ്ടും പഴയ പോലെ ആവുന്നുണ്ട്. നിൽക്കുന്നില്ല, ലാസ്റ്റ് ചെയ്യുന്നില്ല, തീരെ ലാസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചധികം നേരം പിടിച്ചു വെച്ച വല്ല കരിഞ്ഞു പോകുന്നാവും. കാരണം ഇതിന്റെ ക്വാളിറ്റി എന്തോരം നമുക്ക് പറയാൻ പറ്റില്ല. വയറൊന്നും ചൂടാവുന്നില്ല, വയറിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സർഫേസും ചൂടാവുന്നില്ല. ഞാൻ 220 ഇട്ടേക്കണത്. നമ്മൾ ഇതിന്റെ കൂടെ പരമാവധി ഒരു ഹെയർ സ്പ്രേയും കൂടെ പർച്ചേസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഹെയർ സ്പ്രേ ഉറപ്പായിട്ട് ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറും ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ടറും മാത്രമേ പർച്ചേസ് ചെയ്തോളൂ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേയും കൂടെ ഓർഡർ ചെയ്താൽ നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യും. പൊതുവേ എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് സ്ട്രെയിറ്റ് ഒന്നും ചെയ്യാറില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം ഷാമ്പൂ വാഷ് ചെയ്ത് കഴിഞ്ഞ് കണ്ടീഷണർ ചെയ്താൽ തന്നെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ ഈ രണ്ട് സർഫേസിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ നമ്മുടെ മുടി ഉടക്കുന്നുണ്ട്. ഏതോ ഒരു ഭാഗത്ത് നമ്മുടെ മുടി നന്നായിട്ട് ഉടക്കുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഞാനൊരു റെഗുലർ സ്ട്രെയിറ്റ് ചെയ്യുന്ന ആളല്ല. സോ എന്തെങ്കിലും സ്ട്രെയിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞു തരിക. കാരണം ഞാനൊരു റെഗുലർ സ്ട്രെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല.
എൻ്റെ മുടിക്ക് ഓൾറെഡി ഒരു ഞാൻ പറഞ്ഞല്ലോ സ്ട്രൈറ്റിങ് സംഭവം ഏകദേശം മുടിയൊക്കെ വലിയ ചുരുളിച്ചൊന്നും ഇല്ലാത്ത കൊണ്ട് അത്യാവശ്യം മുടി സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കും. അവനെ സ്ട്രൈറ്റ് ചെയ്യാറില്ല പൊതുവെ മുടി. ഇതാണ് എൻ്റെ സ്ട്രൈറ്റ് ചെയ്ത മുടി. ഇത് സ്ട്രൈറ്റ് ചെയ്യാത്ത മുടി. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കണ്ടാൽ മനസ്സിലാവും. ഇത് സ്ട്രൈറ്റ് ചെയ്യാത്ത സർഫേസ് ആണ്, സോറി സൈഡാണ്. ഇത് സ്ട്രൈറ്റ് ചെയ്ത സൈഡാണ്. വ്യത്യാസം തോന്നുന്നുണ്ടോ? ഏകദേശമൊക്കെ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന അറിയില്ല. കാരണം ഞാൻ ഹെയർ സ്ട്രൈറ്റ്നർ വാങ്ങിച്ചിട്ടില്ല. ഹെയർ സ്ട്രൈറ്റ്നറും കൂടെ, സോറി ഹെയർ സ്ട്രൈറ്റ്നർ അല്ല, ഹെയർ സെറ്റിംഗ് സ്പ്രേ, തെറ്റിപ്പോയത്. ഹെയർ സെറ്റിംഗ് സ്പ്രേ ഞാൻ വാങ്ങിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ജസ്റ്റ് സ്ട്രൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഹെയർ സ്പ്രേയും കൂടെ ഉപയോഗിക്കണം. പിന്നെ ഇതൊക്കെ നമ്മുടെ മുടിക്ക് പരമാവധി ദോഷമേ ഉണ്ടാക്കുള്ളൂ. ഈ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ, അത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മുടി മൊത്തം സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു ഭാഗം മാത്രം സ്ട്രൈറ്റ് ചെയ്തുള്ളൂ. കാരണം നിങ്ങൾക്ക് വ്യത്യാസം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ ഓർത്തിട്ടാണ് ഞാൻ ഈ ഭാഗം സ്ട്രൈറ്റ് ചെയ്യാത്തത്. ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ചെയ്ത ഭാഗം. ഇത് സ്ട്രൈറ്റ് ചെയ്യാത്ത ഭാഗം. വ്യത്യാസം മനസ്സിലാവണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. കാരണം ഈ ഒരു 355 റേറ്റിന് ഇങ്ങനത്തെ ഒരു സർഫേസ്, ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ്നർ വളരെ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു യൂസ്ഫുൾ ആണ്. ഇതിലും ചെറിയ സ്ട്രെയിറ്റ്നേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് അതൊരു ദിവസം ട്രൈ ചെയ്ത് ഞാൻ വീഡിയോ ഇടാം. അതിൻ്റെ ഇതിപ്പോ കുറച്ച് വലുതാണ്, നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വയറിന് ഞാനിപ്പോ സ്ട്രെയിറ്റ് ചെയ്ത സമയത്തായാലും വയറിനൊന്നും ചൂടായിട്ടൊന്നുമില്ല. ഈ ഒരു സർഫേസും ചൂടായിട്ടില്ല. ഈ ഒരു ഭാഗം ചൂടായിട്ടുണ്ട്, ഈ രണ്ട് ഭാഗം ചൂടായിട്ടുണ്ട്. അത് നോർമലി ചൂടാവുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്തിൽ അത്യാവശ്യം ചൂട് തട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊന്നും കുഴപ്പമില്ല. വയറിനും ചൂടായിട്ടില്ല, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വയറുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം 4.1 റേറ്റിംഗ് ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ടറും കൂടെ. ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിന്റെ പർച്ചേസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റിന്റെ കോഡ് ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പയ്യെ നോർമലായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.